ഈ ആറ്റിങ്ങൽ ഒക്കെ ഉള്ള മണ്ഡലം, ആറ്റിങ്ങൽ മണ്ഡലമൊക്കെ ഇങ്ങനെ അവസാന നിമിഷം വരെ മനുഷ്യനെ മുൾമുനയിൽ നിർത്തുമെന്ന് വിചാരിച്ചില്ല. 1708 വോട്ടിന് അടൂർ പ്രകാശ് വിജയിച്ചു. ഏറ്റവും അവസാനം വിജയിച്ചു 1708 വോട്ടിന് അടൂർ പ്രകാശ് UDF ആറ്റിങ്ങൽ നിലനിർത്തുന്നു. മല്ലൂമിനാറ്റിയായി മാറുന്നു. ആറ്റിങ്ങലിന്റെ ഇല്ലൂമിനാറ്റിയാകുന്നു അടൂർ പ്രകാശ്. UDF 1708 വോട്ടിന്റെ വിജയം. CPM-ന്റെ ജില്ലാ സെക്രട്ടറി മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ ഫൈറ്റിന്റെ ഗുണം അത് LDF-ന് കിട്ടിയിട്ടുണ്ട്. വർക്കല സിറ്റിംഗ് MLA ആണ്. വർക്കലയിൽ വി ജോയ് ഇപ്പോൾ ജയിക്കാത്തതുകൊണ്ട് വർക്കലയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇനി വരുന്നില്ല. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ജയിച്ചു. മാത്രം 100% വിജയം വർദ്ധിപ്പിക്കാമെന്ന് MV ഗോവിന്ദന്റെ പ്രതീക്ഷകൾ അസ്ഥാനത്താവുന്നു. 18-1 ഒരു തരി കനൽ ഒരു തരി കാവി, ഒരു തരി കനൽ ഒരു തരി കാവി. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ വിജയത്തെ നമുക്ക് ഇങ്ങനെ വിലയിരുത്താം. ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ എല്ലാ അഗ്നിപരീക്ഷകളും അതിജീവിച്ച അടൂർ പ്രകാശ് അവസാന നിമിഷം അടൂർ പ്രകാശ് മുൻനിറക്കൊടി ഉയർത്തുമ്പോൾ വി ജോയ് എന്ന പുതിയ നേതാവിനെ രംഗത്തിറക്കി. തിരുവനന്തപുരത്തെ ഏറ്റവും ശക്തനായ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അറിയാവുന്ന വി ജോയ്, ഒരുപക്ഷെ ശിവൻകുട്ടിയുടെ കാലം തൊട്ട് തന്നെ തിരുവനന്തപുരത്തെ സംഘടനാ സംവിധാനങ്ങളെ നിയന്ത്രിച്ച് ശീലമുള്ള വി ജോയ്, ആ വി ജോയ് ഇവിടെ ശിരസ് കുനിക്കുന്നു.